എല്ലാവരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഗൾഫിലെ കാലാവസ്ഥ കൃത്യമാണ്, അമേരിക്കയിലെ കാലാവസ്ഥ കൃത്യമാണ്, യൂറോപ്പിലെ കാലാവസ്ഥ കൃത്യമാണ്, നമ്മളെ നാട്ടിൽ മാത്രം എന്തുകൊണ്ട് പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്നുള്ള ചോദ്യം. നമ്മുടെ കാലാവസ്ഥാ വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ അവിടുത്തെ സയൻറ്റിസ്റ്റുകളുടെയോ ഒന്നും പ്രശ്നമല്ലത്. നമുക്ക് ഉപകരണങ്ങളില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യ വിട്ടത്രയുള്ള കാലാവസ്ഥ പിന്നെ സാറ്റലൈറ്റുകളൊന്നും മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇല്ല എന്ന് തന്നെ പറയാം. അതൊന്നല്ല ഇതിൻ്റെ പ്രശ്നം. ഇതിൻ്റെ പ്രശ്നം നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം കിടക്കുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്തോട് ചേർന്നാണ്. അപ്പോൾ ഭൂമിയുടെ ഭാഗത്ത് നടുഭാഗത്താണ് വരിക. ഏകദേശം ഭൂമിയുടെ ഒരു അരഞ്ഞാണം ഉള്ള ഭാഗം പോലെയാണ് നമുക്ക് വരുന്നത്. അവിടെ ഭൂമിക്ക് അന്തരീക്ഷത്തിന് കട്ടി കൂടുതലായിരിക്കും. അതൊരു ഗോളല്ലേ. അപ്പോൾ ഈ പിന്നെ ധ്രുവങ്ങളിലേക്ക് പോകും തോറും പോകുമ്പോൾ അന്തരീക്ഷത്തിന് കട്ടി കുറവായിരിക്കും. അപ്പോൾ ഈ കുറഞ്ഞ കട്ടിയുള്ള അന്തരീക്ഷത്തിലുള്ള ഭാഗങ്ങൾ, അതായത് യൂറോപ്പ്, അമേരിക്ക, അതുപോലെ ഈ ഗൾഫ് പോലുള്ള ഭാഗങ്ങൾ, അവിടെ അതിനനുസരിച്ചാണ് ഇവർ ഈ മോഡലുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ECMWF എന്ന് പറഞ്ഞിട്ടുള്ള ഈ യൂറോപ്പിൻ്റെ മോഡൽ, GFS എന്ന് പറഞ്ഞിട്ടുള്ള ഈ അമേരിക്കയുടെ മോഡൽ, ഇതൊക്കെയാണ് നമ്മളും ഇവിടെ ആശ്രയിക്കുന്നത്, കാലാവസ്ഥ പറയാൻ വേണ്ടി ആശ്രയിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് കൂടുതൽ കൃത്യമായിരിക്കും. നമ്മുടെ നാട്ടിലേക്ക് ഇത് പ്രശ്നമാണ്. അപ്പോൾ ട്രോപ്പിക്കൽ വെതർ മേഖലകൾ എന്നാണ് നമ്മളിതിന് പറയാം. നമ്മുടെ ഈ ഭാഗം, നമ്മുടെ ഇതുപോലെ തന്നെ കാലാവസ്ഥയുള്ള നമ്മളിങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ ഗ്ലോബ് എടുത്തിട്ട് ഇന്ത്യൻ്റെ ഭാഗമാണ് അല്ല കേരളത്തിൻ്റെ ഭാഗമാണ് ചുറ്റും ഇങ്ങനെ ഓടിച്ചു നോക്കുക. സെയിം കാലാവസ്ഥയാണോ? ഏകദേശം സെയിം കാലാവസ്ഥയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ അതേപോലെ നമ്മുടെ കാപ്പി, റബ്ബർ, ശ്രീലങ്ക അങ്ങനെ പോയാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും.